വെൽക്കം ടു ഫീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു ഫിഷ് റോസ്റ്റാണ്. ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് ചൂരമീൻ കൊണ്ടാണ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു 1/2 കിലോ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കഷ്ണമീൻ കൊണ്ടും റോസ്റ്റ് ഉണ്ടാക്കാം. മീനിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർക്കാനുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയായാലും മതി. 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതെല്ലാം മീനിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ മസാല പിടിക്കാനായി ഈ മീൻ ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 6 വറ്റൽമുളക് ചെറുതായി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. എണ്ണയൊന്നും ഒഴിക്കരുത്. ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കരിഞ്ഞു വരാൻ തുടങ്ങും. ഇനി ഇത് ഇത്രയും മതി. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇനി പാൻ ഒന്ന് ചൂടാകുമ്പോൾ 15 ചെറിയുള്ളി ഇട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മൾ മുളക് ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ. ഉള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ഇപ്പോൾ ഉള്ളിയുടെ പുറമേയൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുമുണ്ട്. ഇത് മതി. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഈ സമയം കൊണ്ട് മീനൊന്ന് വറുത്തെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മീൻ ഒന്ന് വറുക്കാൻ ആവശ്യമായ എണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മസാല പുരട്ടി വെച്ച മീനെല്ലാം ഇതുപോലെ ഒന്ന് പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മുരിഞ്ഞു പോകരുത് കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ സമയത്ത് ഫ്ലെയിം നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് റോസ്റ്റിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു മിക്സി ജാറിൽ നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച ഉണക്കമുളകും ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ ഇതുപോലെ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയിട്ട് ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നൈസായി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മതി. ഇനി മറ്റേ വശവും തിരിച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആയി പോകരുത്. ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി മീനെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്യാനായി ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഒരു പാനിലേക്ക് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പും, ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് അരച്ചു വെച്ച മസാലയും കൂടി ചേർക്കണം. ഇനി ഇതെല്ലാം 1 മിനിറ്റ് കൂടി ഇതുപോലെ വഴറ്റി മസാലയിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനും കൂടി ചേർക്കാം. ഇനി ഇതുപോലെ മീൻ പൊടിയാതെ മീനിൻ്റെ എല്ലാ വശവും മസാല പിടിക്കാനായി 1 മിനിറ്റ് നേരം കൂടി ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ മീനിൻ്റെ ഈ മസാലയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ മീനിൽ പിടിച്ചിട്ടുമുണ്ട്. ഇത് മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.